ഇപ്പോൾ പിന്തുണ നൽകുന്ന രണ്ട് കൗൺസിലർമാരും യുഡിഎഫിനൊപ്പം നിലകൊള്ളും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ എൽഡിഎഫിന്റെ ഭാഗമായ ആർഎസ്പി മത്സരിച്ചത് 4 വാർഡുകളിൽ, യുഡിഎഫിന്റെ ഭാഗമായിരുന്ന ആർഎസ്പി ബി മത്സരിച്ചത് 2 വാർഡുകളിലും. എന്നാൽ ലയനത്തോടെ കരുത്താർജിച്ച ആർഎസ്പിയെ ഇത്തവണ 6 സീറ്റുകളിൽ ഒതുക്കാമെന്ന് യുഡിഎഫ് കരുതേണ്ട. 100-ൽ 14 വാർഡുകൾ ആവശ്യപ്പെടാനാണ് ആർഎസ്പി തീരുമാനം. തിരുവനന്തപുരം, കൊല്ലം പോലുള്ള ജില്ലകളിൽ യുഡിഎഫിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കക്ഷി ആർഎസ്പിയാണ്. തിരുവനന്തപുരത്ത് രണ്ട് ചേരികളിൽ നിന്ന് 6 കൗൺസിലർമാർ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ അല്ല 6 വാർഡുകളിൽ നമ്മൾ മത്സരിച്ചു. 2 കൗൺസിലർമാർ തിരുവനന്തപുരത്തുണ്ട്. സ്വാഭാവികമായിട്ട് തിരുവനന്തപുരത്ത് പാർട്ടി എക്സിക്യൂട്ടീവും ജില്ലാ എക്സിക്യൂട്ടീവും മറ്റ് സംവിധാനങ്ങളെല്ലാം ആലോചിച്ചതിന് ശേഷം 14 സീറ്റുകൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ആർഎസ്പി ചോദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു യുഡിഎഫിൽ. തിരുവനന്തപുരം നഗരസഭയിൽ നിലവിൽ 2 കൗൺസിലർമാരാണ് ആർഎസ്പിക്കുള്ളത്. ആർഎസ്പി മുന്നണി വിട്ടപ്പോഴും 2 കൗൺസിലർമാരും എൽഡിഎഫിനൊപ്പം ശക്തമായി നിലകൊണ്ടു. അതേസമയം മാനുഷിക പരിഗണന വെച്ചാണ് എൽഡിഎഫിനെ പിന്തുണച്ചു പോകുന്നതെന്നും ഇനി അതുണ്ടാവില്ലെന്നും ആർഎസ്പി കൗൺസിലർമാർ ഉറപ്പിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ മുനിസിപ്പാലിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം യുഡിഎഫ് ചേരിയിലേക്ക് പോയി. തിരുവനന്തപുരത്ത് ഒരു സാങ്കേതികമായിട്ടൊരു സഹായം ആ സമയത്ത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പാർട്ടി സംവിധാനം മറ്റ് എൽഡിഎഫ് മറ്റ് യോഗങ്ങളിലൊന്നും ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്നില്ല. മറ്റ് കാര്യങ്ങളെല്ലാം യുഡിഎഫിനോടൊപ്പം തന്നെയായിരുന്നു. സീറ്റ് വിഭജനത്തിൽ തിരുവനന്തപുരത്തും ആർഎസ്പി കോൺഗ്രസ് അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുമെന്നുറപ്പ്. വി ആർ കാർത്തിക്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.